Dear students, Plus 1 Computer Science Chapter 11 Computer Networks Part 2. Today we are going to discuss about data communication system. What is mean by communication? Communication means exchange of data. Data communication is the exchange of digital data between any two devices through a medium of transmission. രണ്ടോ അതിലധികമോ ഡിവൈസസ് തമ്മിലുള്ള ഒരു ഡിജിറ്റൽ ഡാറ്റ ട്രാൻസ്മിഷനെയാണ് ത്രൂ എ മീഡിയമാണ് നമ്മൾ എന്ത് പറയുക, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. നമുക്ക് ഒരു ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ 5 ബേസിക് എലമെൻറ്റ്സ് ഉണ്ട്. ആ എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് മെസ്സേജ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഇൻഫോർമേഷനെയാണ് നമ്മൾ എന്ത് പറയുക, മെസ്സേജ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ ഇൻഫോർമേഷൻ ടു ബി കമ്മ്യൂണിക്കേറ്റഡ്. ദാറ്റ് ഇൻഫോർമേഷൻ മേ ബി ഇൻ ദ ഫോം ഓഫ് maybe a text or picture or audio, video, etc. And the next is sender. നമ്മൾ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്ന കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ആ ഡിവൈസിനെയാണ് എന്ത് പറയുക, സെൻഡർ. ദ കമ്പ്യൂട്ടർ ഓർ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ സെൻഡിങ് മെസ്സേജസ് ഈസ് കോൾഡ് ദി സെൻഡർ, സോഴ്സ് ഓർ ട്രാൻസ്മിറ്റർ. And next is receiver. The computer or the device that receives the message is called the receiver. നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് റിസീവ് ചെയ്യുന്ന ഡിവൈസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെയാണ് റിസീവർ എന്ന് പറയുക. ആൻഡ് നെക്സ്റ്റ് ഈസ് മീഡിയം. നമുക്ക് ഈ സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ ഒരു ഫിസിക്കൽ പാത്ത് നമ്മൾ യൂസ് ചെയ്യണം, എന്നാലും നമുക്ക് മെസ്സേജസ് കറക്റ്റായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആ ഫിസിക്കൽ പാത്തിനെയാണ് നമ്മൾ മീഡിയം എന്ന് പറയുക. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ ഫിസിക്കൽ പാത്ത് ത്രൂ വിച്ച് എ മെസ്സേജ് ട്രാവൽസ് ഫ്രം the sender to the receiver. It refers to the way in which nodes are connected. And the last one is protocol. നമ്മളൊരു മെസ്സേജ് സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് സെൻഡ് ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ ആ മെസ്സേജ് എങ്ങനെയൊക്കെ നമുക്ക് സെൻഡ് ചെയ്യണം, ആ ഒരു റൂൾസിനെയാണ് നമ്മൾ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ദ റൂൾസ് അണ്ടർ വിച്ച് മെസ്സേജ് transmission takes place between the sender and the receiver is called a protocol. And the next is communication medium. The communication is possible only if there is a medium. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ അവിടെ ഒരു മീഡിയം വേണം. അപ്പോഴേ നമുക്ക് ഡാറ്റ കറക്റ്റായിട്ട് ഒരു ഡിവൈസിൽ നിന്ന് വേറൊരു ഡിവൈസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു മീഡിയത്തിനെ നമ്മൾ പറയുന്നതിനാണ് കമ്മ്യൂണിക്കേഷൻ ചാനൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മീഡിയം. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലൂടെയാണ് നമ്മൾ ഇതെല്ലാം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മീഡിയത്തിനെ നമ്മൾ പറയുന്ന പേരാണ് കമ്മ്യൂണിക്കേഷൻ ചാനൽ ഓർ കമ്മ്യൂണിക്കേഷൻ മീഡിയം. സോ ദ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഈസ് പോസിബിൾ ഓൺലി ഇഫ് ദെയർ ഈസ് എ മീഡിയം through which data can travel from one device to another. The medium for data transmission over a computer network is called communication channel or communication medium. നമുക്ക് 2 ടൈപ്പിലാണ് കമ്മ്യൂണിക്കേഷൻ മീഡിയം വരുന്നത്. നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ളത് ഏതൊക്കെയാണ്? വയേർഡ് മീഡിയം ഉണ്ട്, വയർലെസ് മീഡിയം ഉണ്ട്. വയേർഡ് മീഡിയത്തിന് പറയുന്ന പേരാണ് ഗൈഡഡ് മീഡിയം. അതായത് ഫിസിക്കൽ വയേഴ്സ് ആവാം അല്ലെങ്കിൽ കേബിൾസ് ആവാം. ഇനി നെക്സ്റ്റ് ആണ് അൺഗൈഡഡ് മീഡിയം. അതാണ് വയർലെസ് മീഡിയത്തിന് പറയുന്ന പേരാണ് അൺഗൈഡഡ് മീഡിയം. ആ വയർലെസ് കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ മീഡിയം എങ്ങനെയൊക്കെയാകാം? റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് സിഗ്നൽസ് ഒക്കെയാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ളത്. നമുക്കിതിലിനി ഗൈഡഡ് മീഡിയം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഗൈഡഡ് മീഡിയത്തിൽ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന കേബിൾസ്, ആ വയേർഡ് മീഡിയ എന്ന അതിന് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് കോയാക്സിയൽ കേബിൾ, ട്വിസ്റ്റഡ് പെയർ കേബിൾ അല്ലെങ്കിൽ എതർനെറ്റ് കേബിൾ ആൻഡ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കേബിൾസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ഡാറ്റ ത്രൂ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിലൂടെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വയേർഡ് മീഡിയംസ് ആണ് കോയാക്സിയൽ കേബിൾസ്, ട്വിസ്റ്റഡ് പെയർ കേബിൾസ് ഓർ ഇതർനെറ്റ് കേബിൾ ആൻഡ് ദി ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ആൻഡ് ഇതിൽ ഫസ്റ്റ് വൺ നമ്മൾ പറയുകയാണ് ട്വിസ്റ്റഡ് പെയർ കേബിൾ അല്ലെങ്കിൽ എതർനെറ്റ് കേബിൾ. സാധാരണയായിട്ട് ചെറിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വയേർഡ് മീഡിയയാണ് ട്വിസ്റ്റഡ് പെയർ കേബിൾ. ഇതിനകത്ത് നമുക്ക് 4 ട്വിസ്റ്റഡ് പെയേഴ്സാണ് ഉള്ളത്. ആ ഒരു ട്വിസ്റ്റഡ് പെയറിൽ 4 ട്വിസ്റ്റഡ് പെയേഴ്സിൻ്റെ ഒരു കളക്ഷൻ ആണ് വരുന്നത്. അതിനകത്ത് ഓരോന്നിനും ഓരോ കളർ കോഡ്സൊക്കെ ഉണ്ടാവും. So twisted pair cable or Ethernet cable, it is the most widely used media in the small computer networks. It consists of 4 twisted pairs
വിച്ച് ആർ എൻക്ലോസ്ഡ് ഇൻ ആൻ ഔട്ടർ ഷീൽഡ്. ഒരു ഔട്ടർ ഷീൽഡിൻ്റെ ഉള്ളിൽ ഒരു 4 ടെസ്റ്റഡ് പെയേഴ്സ് കേബിളിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടാവും. ഓരോന്നും ആ പെയറിനും ഓരോ കളേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഈ ട്വിസ്റ്റഡ് പെയർ കേബിൾസ് തന്നെ നമ്മൾ രണ്ട് ടൈപ്പാണ് ഉള്ളത്. UTP and STP. UTP means unshielded twisted pair cables and STP means shielded twisted pair cables. അൺഷീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു കവറിങ് വരില്ല. STPയിൽ ഷീൽഡഡ് ആയതുകൊണ്ട് അതിനകത്തൊരു കവറിങ് യൂസ് ചെയ്യും. നമ്മൾ അതിൽ UTP എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി ഹിയർ ദ ഇൻഡിവിജ്വൽ പെയേഴ്സ് ഇൻ ദി UTP കേബിൾസ് ആർ നോട്ട് ഷീൽഡഡ്. അതിന് നമുക്ക് നെയിമിൽ നിന്ന് തന്നെ അറിയാം, അൺഷീൽഡഡ്. നമ്മൾ പറഞ്ഞ 4 ഉള്ളത്. ആ 4 കവർ ചെയ്തിട്ടുണ്ടാവില്ല, ഷീൽഡ് ചെയ്തിട്ടുണ്ടാവില്ല. അതാണ് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾസ്. ഇനി അതിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് നോക്കാം. സ്മോൾ നെറ്റ്വർക്ക്സ് സെറ്റപ്പ് ചെയ്യാനായിട്ട് ലോ കോസ്റ്റിൽ യൂസ് ചെയ്യാവുന്ന ഒരു കേബിളാണ് വയേർഡ് കേബിളാണ് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾസ്. ആൻഡ് ഇറ്റ് ഈസ് തിന്നാണ്, ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഈസിയാണ്. ആൻഡ് ക്യാരീസ് ഡാറ്റ അപ് ടു ലെങ്ത് ഓഫ് 100 മീറ്റർ അറ്റ് എ സ്ട്രെച്ച്. ഒരു സ്ട്രെച്ചിൽ തന്നെ ഡാറ്റ ക്യാരി ചെയ്യുന്നുണ്ട് അപ് ടു എ ലെങ്ത് ഓഫ് 100 മീറ്റർ. ഈ ഫിഗറിൽ തന്നെ നമുക്ക് കണ്ടാലറിയാം. അതാ കേട്ടോ, 4 ട്വിസ്റ്റഡ് പെയർ കേബിൾസ് ആണ് ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്നിനും ഷീൽഡ് ഇല്ല. അത് കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും അതിനൊരു കേബിളിനൊരു ജാക്കറ്റൊക്കെ ഉണ്ട്. 4 പെയേഴ്സാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതാണ് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾസ്, UTP. ഇനി ഇതേപോലെ തന്നെയാണ് നമുക്ക് STPയും വരുന്നത്, ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിളും. പക്ഷേ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കോസ്റ്റ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിനൊരു ഷീൽഡ് വരുന്നുണ്ടാവും. നമുക്കത് നെക്സ്റ്റ് നോക്കാം. ഷീൽഡഡ് twisted pair cables. It is same cable as the UTP but with each pair shielded individually. നമുക്ക് പറഞ്ഞു നമ്മൾ 4 ട്വിസ്റ്റഡ് പെയർ കേബിൾസ് ആണ്. ഓരോന്നും ഇൻഡിവിജ്വലി കവർ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഷീൽഡ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഔട്ടർ ഷീൽഡ് ദെൻ കവേഴ്സ് ഓൾ ദി പെയേഴ്സ് ലൈക്ക് ഇൻ UTP. ദെൻ ഈ 4 ഇൻഡിവിജ്വലി ഷീൽഡ് ചെയ്തതിന് ശേഷം ഔട്ടർ ഷീൽഡ് നമ്മൾ UTPയിൽ കണ്ട പോലെ തന്നെ ഇവിടെയും കവർ ചെയ്തിട്ടുണ്ടാവും. And the characters shielding in STP offers better immunity against noise. ഒരു കവറിങ് ഉണ്ടാകുമ്പോൾ അതിനെ തന്നെ നോയ്സ് എന്താണെന്ന് ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. ആ ഒരു ഇമ്മ്യൂണിറ്റി നമുക്ക് കിട്ടും. ആൻഡ് ഇറ്റ് ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ UTPയേക്കാളും എക്സ്പെൻസീവ് ആണ്. ആൻഡ് കമ്പയർഡ് ടു UTP കേബിൾ STP ഈസ് ഡിഫിക്കൾട്ട് ടു ഇൻസ്റ്റാൾ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൾട്ടാണ്. UTPനെ കമ്പയർ ചെയ്യുമ്പോൾ STP നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൾട്ടാണ്. ആൻഡ് ആൻ എക്സാമ്പിൾ, ആൻഡ് RJ45 കണക്ടർ ഈസ് യൂസ്ഡ് ടു കണക്ട് UTP or STP ട്വിസ്റ്റഡ് പെയർ കേബിൾ ടു കമ്പ്യൂട്ടർ. RJ45 എന്നുള്ള കണക്ടറാണ് സാധാരണ നമ്മൾ ട്വിസ്റ്റഡ് പെയർ കേബിൾസ് കമ്പ്യൂട്ടേഴ്സായിട്ട് കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറ്. ഫിഗർ കണ്ടോ നിങ്ങൾ? ആ 4 തന്നെയാണ് ഇവിടെ ഉള്ളത്, 4, പക്ഷേ അതിനൊരു കവറുണ്ട്. അതാണ് ആകെ വരുന്ന വ്യത്യാസം. ഇൻസ്റ്റാളേഷൻ കമ്പയർഡ് ടു UTP, ഇവിടെ STP എന്നുള്ളത് ഡിഫിക്കൾട്ടാണ്, എക്സ്പെൻസീവാണ്, ഇമ്മ്യൂണിറ്റി അഗൻസ്റ്റ് നോയ്സ് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഇതാണ് ട്വിസ്റ്റഡ് പെയർ കേബിളും. ട്വിസ്റ്റഡ് പെയർ കേബിളിലെ 2 ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിളും അതുപോലെ തന്നെ ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾസും രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കുക. ആൻഡ് നെക്സ്റ്റ് ഈസ് കൊയാക്സിയൽ കേബിൾ. നമ്മുടെ സെക്കൻഡ് ടൈപ്പ് ഓഫ് വയേർഡ് കേബിളാണ് കൊയാക്സിയൽ കേബിൾ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ഇന്നർ കണക്ടർ സറൗണ്ടഡ് ബൈ എ ട്യൂബുലാർ ഇൻസുലേറ്റിംഗ് ലെയർ. ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്കറിയാം കുറേ ഇന്നർ കണക്ടറാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള. കൊയാക്സിയൽ കേബിൾ കൺസിസ്റ്റ് ഓഫ് ആൻ ഇന്നർ കണക്ടർ സറൗണ്ടഡ് ബൈ എ ട്യൂബുലാർ ഇൻസുലേറ്റിംഗ് ലെയർ വിച്ച് ഈസ് ഫർദർ കവേർഡ് ബൈ എ ട്യൂബുലാർ കണ്ടക്റ്റിംഗ് ഷീൽഡ്. കണ്ടോ, ഓരോന്നും കവർ ചെയ്തിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇറ്റ് ഹാസ് ആൻ ഔട്ടർ ഇൻസുലേഷൻ ടു പ്രൊട്ടക്ട് ദി കേബിൾ ടു. അപ്പോൾ അത്രയും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇന്നറിലൊരു കണ്ടക്ടർ ഉണ്ട്, അതിന് കവർ ചെയ്യാനായിട്ട് ട്യൂബിലെ ഇൻസുലേറ്റിംഗ് ലെയർ ഉണ്ട്. ദെൻ അതിനൊരു കണ്ടക്റ്റിംഗ് ഷീൽഡ് വെച്ച് നമ്മൾ വീണ്ടും കവർ ചെയ്യുന്നു. ദെൻ ദി ഔട്ടർ ഇൻസുലേഷൻ ഈസ് പ്രൊട്ടക്ട് ദി കേബിൾ ടു. അപ്പോൾ 4 ലെയർ നമ്മളിവിടെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ആൻഡ് ദി ക്യാരക്ടേഴ്സ് ക്യാരീസ് ഡാറ്റ ടു ലോങ്ങർ ഡിസ്റ്റൻസ്. നമ്മളവിടെ നേരത്തെ 100 മീറ്ററൊക്കെയാണ് പറഞ്ഞത്. ട്വിസ്റ്റഡ് പെയർ കേബിൾ ഇവിടെ എത്രയാണ്? ക്യാരീസ് ഡാറ്റ ടു ലോങ്ങർ ഡിസ്റ്റൻസസ്, അപ്രോക്സിമേറ്റ്ലി 500 മീറ്റർ വരെ
അറ്റ് എ സ്ട്രെച്ചിൽ നമുക്ക് ഡാറ്റ ക്യാരി ചെയ്യാനായിട്ട് വരും. ആൻഡ് ഇറ്റ് ഹാസ് എ ഹൈ ബാൻഡ് വിത്ത്, ലെസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഡ്യൂ ടു ദി ഔട്ടർ ഷീൽഡൊക്കെ ഉള്ള കാര്യം കൊണ്ട് തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഒക്കെ കുറവായിരിക്കും. ആൻഡ് തിക്കർ ദാൻ ടിസ്റ്റർ പെയർ കേബിൾ. ടിസ്റ്റർ പെയർ കേബിൾ അവിടെ നടന്ന് 4 എണ്ണമാണ് ഒന്നിൻ്റെ ഉള്ളിലേക്ക് ഇതാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇതുപോലെ ഔട്ടർ ലെയേഴ്സ് ഇങ്ങനെ വന്നിട്ടുള്ള കാര്യമായിട്ട് തിക്കർ ദാൻ ടിസ്റ്റഡ് പെയർ കേബിൾ, ബട്ട് ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ദാൻ ടിസ്റ്റഡ് പെയർ കേബിൾ ആൻഡ് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ഇൻസ്റ്റാൾ. നമ്മൾ ടിസ്റ്റർ പെയർ കേബിൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനേക്കാളും ഡിഫിക്കൾട്ടാണ് കോയാക്സിയൽ കേബിൾസ്. കോയാക്സിയൽ കേബിൾ എന്നുള്ളതിൽ ഇന്നർ കണ്ടക്ടർ സറൗണ്ടഡ് ബൈ എ ട്യൂബുലാർ ഇൻസുലേറ്റിംഗ് ലെയർ ആൻഡ് വിച്ച് ഈസ് ഫർദർ കവേർഡ് ബൈ എ ട്യൂബുലാർ കണ്ടക്ടിങ് ഷീൽഡ് ആൻഡ് ഇറ്റ് ഹാസ് ആൻ ഔട്ടർ ഇൻസുലേഷൻ ടു പ്രൊട്ടക്ട് ദി കേബിൾ. അപ്പോൾ അതിൻ്റെ ക്യാരക്ടേഴ്സ് ക്യാരീസ് ലോങ്ങർ ഡിസ്റ്റൻസിലേക്ക് അറ്റ് സ്ട്രെച്ചിൽ നമുക്ക് ഡാറ്റ ക്യാരി ചെയ്യാം. ഹൈ ബാൻഡ് വിഡ്ത്താണ്, ഔട്ടർ ഷീൽഡൊക്കെ ഉള്ള കാരണം കൊണ്ട് തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് കുറവാണ്. ആൻഡ് ഇറ്റ് ഈസ് തിക്കർ ദാൻ ടിസ്റ്റർ പെയർ കേബിൾ, ബട്ട് ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ദാൻ ടിസ്റ്റർ പെയർ കേബിൾ ആൻഡ് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ഇൻസ്റ്റാൾ ദാൻ ടിസ്റ്റഡ് പെയർ കേബിൾസ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ലോങ് തിൻ ഗ്ലാസ് ഫൈബറാണ്. അതിലൂടെയാണ് നമ്മൾ ലൈറ്റ് സിഗ്നൽസ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആർ ലോങ് തിൻ ഗ്ലാസ് ഫൈബേഴ്സ് ത്രൂ വിച്ച് ഡാറ്റ ഈസ് ട്രാൻസ്മിറ്റഡ് ആസ് ലൈറ്റ് സിഗ്നൽസ്. ഇവിടെ നമ്മൾ ഡാറ്റ പാസ് ചെയ്യുന്നത് ലൈറ്റ് സിഗ്നൽസ് ആയിട്ടാണ്. ദ ഡാറ്റ ട്രാവൽസ് ആസ് ഫാസ്റ്റ് ആസ് ലൈറ്റ്. ഏറ്റവും കൂടുതൽ നമുക്കറിയാം ലൈറ്റിന് സ്പീഡ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പോൾ ഡാറ്റ ട്രാവൽസ് ആസ് ഫാസ്റ്റ് ആസ് ലൈറ്റ് ഫാസ്റ്റ് സ്പീഡിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ഡാറ്റ നമുക്ക് ട്രാവൽ ചെയ്യും. ഡാറ്റ ട്രാവൽസ് ആസ് ഫാസ്റ്റ് ആസ് ലൈറ്റ് ആൻഡ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ടു ഫാർ ഡിസ്റ്റൻസിലേക്ക് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനുള്ള പാർട്സുകൾ നമുക്ക് നോക്കാം. കോറ്, ക്ലാഡിങ്, കോട്ടിങ്, ഇത്രയും 3 പാർട്സാണ് വരുന്നത്. അതിൽ കോർ എന്നുള്ളത് തിൻ ഗ്ലാസ് റോഡാണ് അറ്റ് ദി സെൻറ്റർ ത്രൂ വിച്ച് ലൈറ്റ് ട്രാവൽസ്. ഇതിലൂടെയാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഉള്ളിലായിട്ടാണ് നമുക്ക് കോറ് വരുന്നത്. ആ കോർ എന്നുള്ളതൊരു തിൻ ഗ്ലാസ് റോഡാണ്. അതിനെ കവർ ചെയ്തിട്ടാണ് ക്ലാഡിങ് വരുന്നത്. ദ ഔട്ടർ ഒപ്റ്റിക്കൽ മെറ്റീരിയൽ സറൗണ്ടിങ് ദ കോർ ദാറ്റ് റിഫ്ലെക്ട്സ് ലൈറ്റ് ബാക്ക് ടു ദി കോർ. അന്ന് ലൈറ്റ് ബാക്ക് കോറിലേക്ക് നമുക്ക് ലൈറ്റ് ബാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ക്ലാഡിങ്ങിനെ കവർ ചെയ്തിട്ടാണ് ഒരു കോട്ടിങ് വരുന്നത്. അതാണ് 3ാമത്തെ പാർട്ട്, കോട്ടിങ്. അതൊരു പ്ലാസ്റ്റിക് കോട്ടിങ് തന്നെയാണ്. ദ പ്ലാസ്റ്റിക് കോട്ടിങ് ദാറ്റ് പ്രൊട്ടക്ട് ദ കേബിൾ ഫ്രം ദി ഡാമേജ് ആൻഡ് മോയ്സ്ചർ. ഡാമേജിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, ഡാമേജ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കോട്ടിങ് വരുന്നത്. അപ്പോൾ ഏറ്റവും ഉള്ളിലായിട്ട് കോറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ക്ലാഡിങ്, ദെൻ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ്ങും കൂടെ വരുന്നു. ദീസ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ബണ്ടിൽ ഓഫ് ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ആൻഡ് ആർ പ്രൊട്ടക്റ്റഡ് ബൈ ഔട്ടർ കവറിങ് ഓഫ് ദി കേബിൾ കോൾഡ് ജാക്കറ്റ്. പിന്നെ 4ാമതായിട്ടൊന്ന് വരുന്നതാണ് ജാക്കറ്റ് എന്നുള്ളത്. ആ ജാക്കറ്റിൻ്റെ ഉള്ളിൽ 100-ലധികം അല്ലെങ്കിൽ 1000-ഓളം ഒപ്റ്റിക്കൽ ഫൈബേഴ്സാണുള്ളത്. നമുക്ക് അതിൻ്റെ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഇതാണ് ഏറ്റവും ഉള്ളിലുള്ളത് കോറ്, ദെൻ ക്ലാഡിങ്, കോട്ടിങ്, ദെൻ ഇതൊക്കെ ഉണ്ടോ, അത് തൗസൻഡ്സ് ഓർ ഹൺഡ്രഡ്സ് ഓഫ് ബണ്ടിൽ ഓഫ് ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ആണ് ഇവിടെ വരുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ. അതിനെ കവർ ചെയ്തിട്ട് ഒരു ഔട്ടർ കവറുണ്ട്. ആ കവറിനെ പറയുന്ന പേരാണ് ജാക്കറ്റ് എന്നുള്ളത്. ഇത്രയാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസിൽ വരുന്നത്. കോറ്, ക്ലാഡിങ്, കോട്ടിങ് ആണുള്ളത്. ദെൻ അതിനെല്ലാം കവർ ചെയ്തിട്ട് നമുക്കൊരു ജാക്കറ്റ് ഉണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ദ വർക്കിംഗ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. അറ്റ് ദി സോഴ്സ് എൻഡ് the optical transmitter converts electrical signal into optical signals. സോഴ്സ് എൻഡിൽ എന്തായിരിക്കും, ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്റർ എന്താ കൺവേർട്ട് ചെയ്യുക, ഇലക്ട്രിക് സിഗ്നലിനെ ഒപ്റ്റിക്കൽ സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യും. ഏതെങ്കിലും ഒരു ഡയോഡ് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ലേസർ ഡയോഡ് ആയിരിക്കും, അല്ലെങ്കിൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് യൂസ് ചെയ്തിട്ട്, അതായത് സെമി കണ്ടക്ടർ ഡിവൈസ് യൂസ് ചെയ്തിട്ട് ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യും, ഇലക്ട്രിക് സിഗ്നലിനെ ഒപ്റ്റിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അത് സോഴ്സ് എൻഡിൽ. ആ ഒരു കൺവേർഷനെയാണ് മോഡുലേഷൻ എന്ന് പറയുക. അപ്പോൾ സോഴ്സ് എൻഡിൽ അതാണ് സംഭവിക്കുക, ഇലക്ട്രിക് സിഗ്നൽസ് ഒപ്റ്റിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദാറ്റ് ഈസ് മോഡുലേഷൻ. ഇനി ഡെസ്റ്റിനേഷൻ എന്തിലാണ് ഡെസ്റ്റിനേഷനിൽ എന്ത് സംഭവിക്കും, ഡെസ്റ്റിനേഷൻ എൻഡിൽ ഒപ്റ്റിക്കൽ റിസീവറിൽ ഫോട്ടോ ഡിറ്റക്ടർ ഉണ്ടായിരിക്കും. അതെന്ത് ചെയ്യും, കൺവേർട്സ് ലൈറ്റ് ബാക്ക് ടു ഇലക്ട്രിക് സിഗ്നൽസിനെ ഫോട്ടോ
ലൈറ്റ് ബാക്ക് ടു ഇലക്ട്രിക് സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനെയാണ് ഡീമോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സോഴ്സ് എൻഡിൽ ഇലക്ട്രിക് സിഗ്നൽസ് ഒപ്റ്റിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനെ നമ്മൾ മോഡുലേഷൻ എന്ന് പറയും. ഇനി ഡെസ്റ്റിനേഷൻ എൻഡിൽ നടക്കുന്നത് ഡീമോഡുലേഷനാണ്. അവിടെ എന്ത് സംഭവിക്കും? ദ ഒപ്റ്റിക്കൽ റിസീവർ കൺസിസ്റ്റ് ഓഫ് എ ഫോട്ടോ ഡിറ്റക്ടർ. ഒപ്റ്റിക്കൽ റിസീവർ ഒരു ഫോട്ടോ ഡിറ്റക്ടർ ഉണ്ടാവും. ഇത് കൺവേർട്ട് ചെയ്യും എന്ത്? ലൈറ്റിനെ എങ്ങോട്ടാക്കി കൺവേർട്ട് ചെയ്യും? ഇലക്ട്രിക് സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്ത് യൂസ് ചെയ്തിട്ട്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് യൂസ് ചെയ്തിട്ട് ലൈറ്റ് ബാക്ക് ടു ദി ഇലക്ട്രിക് സിഗ്നൽസ്. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ഡീമോഡുലേഷൻ. ആൻഡ് ദി സ്പീഡ് ഓഫ് ദി ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് ദി സിഗ്നൽസ് ആർ ഹയർ ഫോർ ലേസർ ഡയോഡ്സ് ദാൻ LED. ട്രാൻസ്മിഷൻ്റെ സ്പീഡ് എങ്ങനെയാണ്? ആൻഡ് ഡിസ്റ്റൻസും അതുപോലെയൊക്കെ എല്ലാം ലേസർ ഡയോഡിനേക്കാളും കൂടുതലാണ്. ഹയർ ഫോർ ലേസർ ഡയോഡ്സ്. ലേസർ ഡയോഡ്സിൽ കൂടുതലാണ്. ഏതിനെ കമ്പയർ ചെയ്യുമ്പോൾ? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ലേസർ ഡയോഡ്സിൽ ഡിസ്റ്റൻസ് ഓഫ് സിഗ്നൽസും അതുപോലെ ട്രാൻസ്മിഷൻ സ്പീഡും എല്ലാം കൂടുതലാണ്. ആൻഡ് ദി ക്യാരക്ടേഴ്സ് ഓഫ് ദി ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ, ഇറ്റ് ഹാസ് എ ഹൈ ബാൻഡ് വിത്ത് ഫോർ വോയിസ്, വീഡിയോ ആൻഡ് ഡാറ്റ ആപ്ലിക്കേഷൻ. അത് എന്തുകൊണ്ടാണ് ഹൈ ബാൻഡ് വിത്ത് ആണെന്നൊക്കെ? ലൈറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഡാറ്റ വെരി ലോങ് സ്പീഡിലേക്ക് നമുക്ക് ഡാറ്റ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന പോലെ തന്നെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ക്യാരീസ് ഡാറ്റ ഓവർ എ വെരി ലോങ് ഡിസ്റ്റൻസ് അറ്റ് എ സ്ട്രെച്ച്. ആൻഡ് നോട്ട് സസ്പെക്റ്റബിൾ ടു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ആസ് ഇറ്റ് യൂസ് ലൈറ്റ് ഫോർ ഡാറ്റ ട്രാൻസ്മിഷൻ. ലൈറ്റ് യൂസ് ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് നമുക്ക് സസ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആൻഡ് മോസ്റ്റ് എക്സ്പെൻസീവാണ്. നമ്മൾ ഡിസ്റ്റഡ് പെയർ കേബിൾസ് കോയാക്സിയൽ കേബിളിനേക്കാളും ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവായിട്ട് വരുന്നതാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ആൻഡ് മോസ്റ്റ് എഫിഷ്യൻറ്റ് കമ്മ്യൂണിക്കേഷൻ മീഡിയ അവൈലബിൾ ഫോർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. ആൻഡ് ദി ഇൻസ്റ്റലേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ആർ ഡിഫിക്കൾട്ട് ആൻഡ് കോംപ്ലക്സ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നമുക്ക് ഡിഫിക്കൾട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് കമ്മ്യൂണിക്കേഷൻ മീഡിയത്തെക്കുറിച്ചാണ്. അതിൽ കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിൽ നമ്മൾ 5 വേർഡ്സ് പഠിച്ചു. മെസ്സേജ്, സെൻഡർ, റിസീവർ, പ്രോട്ടോക്കോള് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മീഡിയം ഒക്കെ പഠിച്ചു. അതിന് കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിൽ തന്നെ ഗൈഡഡ് മീഡിയ അതുപോലെ തന്നെ അൺഗൈഡഡ് മീഡിയ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഗൈഡഡ് മീഡിയ ഓർ വയേർഡ് മീഡിയയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതിൽ തന്നെ 3 ടൈപ്പ്: ടെസ്റ്റഡ് പെയർ കേബിൾസ്. ടെസ്റ്റഡ് പെയർ കേബിൾസ് അഗൈൻ ഷീൽഡഡ് പെയർ കേബിൾസും അതുപോലെ തന്നെ അൺഷീൽഡഡ് ടെസ്റ്റഡ് പെയർ കേബിൾസ് ഉണ്ട്. ദെൻ കോയാക്സിയൽ കേബിൾസും ഒപ്റ്റിക്കൽ ഫൈബേഴ്സാണെന്ന് പഠിച്ചത്. Hope all these topics are clear to you. Thank you, students.